ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. ഈശോയുടെ കൂടെ നമ്മൾ നടക്കുമ്പോൾ പട്ടുമെത്തയിലൂടെ അല്ലെങ്കിൽ മുന്നിൽ പരവതാനി വിരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്കല്ല ഈശോ നമ്മൾ വിളിക്കുന്നത്. പലതരത്തിലുള്ള എതിർപ്പുകൾ, സഹനങ്ങൾ, പീഡനങ്ങൾ, നിന്ദാപമാനങ്ങൾ യേശുവിനുണ്ടായതുപോലെ ഇതാ വിശ്വാസിയുടെ ജീവിതത്തിൽ യഥാർത്ഥ ക്രിസ്തു ശിഷ്യന് അനുഭവപ്പെട്ടേക്കാം. അവയിലൊന്നും പരാതി പറഞ്ഞിട്ടോ ദൈവത്തെ തള്ളി പറഞ്ഞിട്ടോ മുന്നോട്ട് പോകാനുള്ളതല്ല വിശ്വാസിയുടെ ജീവിതം. വചനത്തിൽ പ്രകാരം പറഞ്ഞിട്ടുണ്ടോ? ധാരാളം പറഞ്ഞിട്ടുണ്ട്. എന്നാലും എത്ര കേട്ടാലും എൻ്റെ ദൈവമേ എനിക്കിങ്ങനെ വന്നല്ലോ, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട്, ഇത്രയും ധ്യാനിപ്പിച്ചിട്ട്, ഇത്രയും പേർക്ക് ഉപകാരം മാത്രം ചെയ്തിട്ട്, ജോലി മേടിച്ചു കൊടുത്തിട്ട്, വഴി കാണിച്ചു കൊടുത്തിട്ട്, പിന്നെ ഒന്നും മേടിക്കാതെ ഞാൻ ഉപകാരങ്ങൾ, സഹായങ്ങൾ ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് കല്യാണങ്ങൾ നടത്തി കൊടുത്തവരുണ്ടാകാം, അല്ലെങ്കിൽ ആ വഴി കാണിച്ചു കൊടുത്തവരുണ്ടാകാം, വീട് വെക്കാൻ സഹായം കിട്ടാനുള്ള വഴി കാണിച്ചു കൊടുത്തവരുണ്ടാകാം. വിൻസെൻ്റ് പോൾ പ്രവർത്തനങ്ങൾ, ഒരിക്കലൊരു വിൻസെൻ്റ് പോൾ പ്രവർത്തനം പറഞ്ഞതാ, ഒരു കയ്യിൽ നിന്നും കൂടെ ഞാൻ ദശാംശം ഇട്ട് വളരെ കഠിനാധ്വാനം ചെയ്ത് മറ്റുള്ളവരിൽ നിന്ന് കളക്ട് ചെയ്ത്, പക്ഷേ ഒരു കുടുംബത്തിന് അവർക്ക് വരുമാന മാർഗങ്ങളൊക്കെ ആയി എന്ന് കണ്ട് ആ കൊടുക്കുന്ന സഹായം കൊടുക്കുന്നത് മീറ്റിങ്ങിൽ ആലോചിച്ച പ്രകാരം നിർത്തിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള യൂണിറ്റിൽപ്പെട്ട ആ കുടുംബമാണ്. ആ വീട്ടിൽ 2 പേര് ജോലിക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ പിന്നെ അങ്ങനെ സഹായം കൊടുക്കാൻ പാടില്ല, ദത്ത് സഹായം എന്ന് പറയും. ഞാനൊരു വിൻസെൻഷ്യൽ പ്രവർത്തകനാണ്. അപ്പോൾ അത് മീറ്റിങ്ങിൽ അറിയിച്ചു. ആ കൂടിയാലോചനയോടെ യഥാർത്ഥ സ്ഥിതിയാണെന്ന് മനസ്സിലായി കൊടുക്കൽ നിർത്തിയപ്പോൾ ഈ സ്ത്രീ ആ നാട് മുഴുവൻ പറഞ്ഞുണ്ടാക്കി, ഇയാൾ വിൻസെൻ്റ് പോളിൽ നിന്ന് കിട്ടുന്ന പണം മുഴുവൻ തട്ടിയെടുത്തു, ഞങ്ങൾക്ക് തരാതെ ആക്കിയിട്ട് അയാൾ തട്ടിയെടുക്കുകയാണെന്ന്. പ്രത്യേകിച്ച് വിജാതീയരായ ആളുകളൊക്കെ തിങ്ങിപ്പാർക്കുന്ന ആ സ്ഥലത്ത് വേഗം ആളുകൾ നല്ലത് സ്വീകരിക്കുന്നതിനേക്കാൾ ചീത്ത സ്വീകരിച്ചു, അപവാദങ്ങൾ ഉണ്ടായി. അപ്പോൾ ഈ മനുഷ്യൻ ഓടി വന്നിരിക്കുകയാണ്, ഞാനിനി വിൻസെൻ്റ് പോളിൽ പ്രവർത്തിക്കാനില്ല, ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ട് എനിക്ക് ഇങ്ങനെയാണ് എന്ന്. ഈശോയുടെ കൂടെ നടക്കുമ്പോൾ ഈശോയ്ക്കും ഉണ്ടായതുപോലെ നീ നല്ലൊരു കരിസ്മാറ്റിക് ആണെന്ന് തിരിച്ചറിയുന്നത് അങ്ങനെ തന്നെയാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ, എൻ്റെ മകനെ നീ കർത്ത ശുശ്രൂഷയ്ക്ക് ഒരുമ്പെടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. നിന്റെ ഹൃദയം അവക്രവും അചഞ്ചലവുമായിരിക്കട്ടെ. ആപത്തിൽ അടിപതറരുത്. അവിടത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക. നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. ഇവിടെ വെച്ച് തന്നെ എല്ലാ റിസൾട്ടും, എല്ലാ ഫലവും, എല്ലാ വിളവും കിട്ടാനും വേണ്ടിയല്ല നമ്മൾ സമർപ്പിതരായി ശുശ്രൂഷകരായി ജീവിക്കേണ്ടത്. ഒരു യഥാർത്ഥ ശുശ്രൂഷകൻ വെട്ടിച്ചവറും വട്ടച്ചവറുമായി മാറും. മിസ് അൽഫോൻസാമ പറഞ്ഞ പോലെ, വെട്ടിച്ചവർ എന്ന് പറയുമ്പോൾ മുന്തിരിച്ചെടി വെട്ടിയൊരുക്കും. എന്തിനു വേണ്ടിയാണ്? ധാരാളം ഫലം പുറപ്പെടുവിക്കുന്നതിന് വേണ്ടി. വട്ടച്ചവർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ റബ്ബറിൻ്റെയൊക്കെ ചോട്ടിൽ ചവറ് വെട്ടി ഇടും. എന്തിനാണ്? അതിന് വളമാവുന്നതിന് വേണ്ടി. ചേമ്പിൻ്റെയൊക്കെ ചോട്ടിൽ, ചേമ്പെന്ന് പറഞ്ഞാൽ മനസ്സിലായെന്ന് വിചാരിക്കണം. പണ്ട് ഞങ്ങളുടെയൊക്കെ ചെറുപ്രായത്തിൽ ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഈ കണ്ടിച്ചേമ്പ്, പിന്നെ വാഴയൊക്കെ ഉണ്ടാവും. കുളത്തിൽ നിന്ന് കരിങ്കൂവളത്തിൻ്റെ ഇലകളൊക്കെ വാരി, അതിൻ്റെ ചെളികളൊക്കെ കുളത്തിൽ നിന്ന് വാരി അട്ടിയിട്ട് വെക്കും. ചവറൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ മണ്ണ് വെട്ടിയിടും. അപ്പോൾ നല്ല ഒന്നാന്തരം വാഴക്കൊല കിട്ടും. കഷ്ടപ്പാടിൻ്റെ കാലത്തിൽ അത് ഭയങ്കര ആശ്വാസമായിരുന്നു. വലിയ കർഷകന്മാരൊന്നും അല്ലെങ്കിലും ഒരു സാധാരണ വീട്ടുകാരാണെങ്കിലും നമ്മുടെ ബുദ്ധി അറിവും അനുസരിച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ ചുമന്നിറക്കാൻ പറ്റാത്ത ടൈപ്പ് അത്ര വലിയ പാളയംകുടം കായയുടെ ഒരു ഇതാണ്. അപ്പോൾ ഇത് പാളയംകുടം കായനെക്കുറിച്ചുള്ള ക്ലാസ് അല്ല. എന്നിരുന്നാലും ഞാൻ പറയുന്ന ഇതാണ്, നല്ല വളം കിട്ടിയത് കൊണ്ട്, നല്ല ചവറിട്ട് കൊടുത്തത് കൊണ്ട് വേറെ ഒന്നും ഇടാനുള്ള സാമ്പത്തിക സ്ഥിതിയൊന്നും ഞങ്ങൾക്കില്ല. അപ്പോൾ നല്ല തുടിപ്പുള്ള കായവും വാഴക്കൊലയും അല്ലെങ്കിൽ നല്ല മുഴുത്ത കണ്ടിച്ചേമ്പൊക്കെ കിട്ടുമായിരുന്നു. അപ്പോൾ ഇതുപോലെ തന്നെയാണ് കൂടുതൽ നമുക്കും നമ്മുടെ ജീവിതത്തിലും തലമുറയ്ക്കും സഭയിലും കുടുംബത്തിലും കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്നവരായി ജീവിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള എതിർപ്പും പീഡനങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. ഇനി അതുകൊണ്ട് മാത്രമാണോ? അതുകൊണ്ട് മാത്രമല്ല ഇങ്ങനെയുള്ള സഹനങ്ങൾ ഉണ്ടാകുന്നത്. പ്രഭാഷകൻ 2:5 പറയുന്നു, സ്വർണം അഗ്നിയിൽ ശോധന ചെയ്യപ്പെടുന്നു, സഹനത്തിൻ്റെ തീച്ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യർ. പേരെന്താ?
എന്താണ്? സ്വർണം. തോമസേ, മേരി, ജോസഫേ, ആലിസേ, ആൻഡ്രൂസേ, ജോർജെ. പക്ഷെ കർത്താവിൻ്റെ വചനം പറയുന്നു സ്വർണം എന്നാണ്, അല്ലേ? എൻ്റെ പൊന്ന് എന്നൊക്കെ പറയാറുണ്ട്, എൻ്റെ പൊന്നു മുത്ത് എന്നൊക്കെ പറയും. പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയുന്നു സ്വർണമാണെങ്കിലും അത് അഗ്നിയിൽ ശോധന ചെയ്യപ്പെടുന്നു. കാരണം എന്താ? കച്ചവടക്കാരൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കഴിയുമ്പോൾ അതൊരുക്കിയിട്ടേ അവരെടുക്കുകയുള്ളൂ. കാരണം അതിലുള്ള കിട്ടം, അതിൽ ഇപ്പോൾ കയ്യിലെ വളയാണെങ്കിൽ അലക്കിയപ്പോൾ കയറിയ വെള്ളം, പാത്രം കഴിയപ്പോൾ കയറിയ അഴുക്ക്, നമ്മൾ പറയും ഒന്നുമില്ലെന്ന് പറയും. പക്ഷെ അവർ കത്തിച്ചിട്ട് വരുമ്പോൾ ഈ അഴുക്കും പൊടിയും വെള്ളമൊക്കെ, സ്വർണത്തിൻ്റെ കാശ് തന്നാൽ മതിയല്ല, സോപ്പ് പൊടിയുടെയും വെള്ളത്തിൻ്റെ അഴുക്കിൻ്റെയും വേർപ്പിൻ്റെയും കാശ് തരേണ്ടിയില്ലല്ലോ എന്ന് ചിലപ്പോൾ കമൻറ്റും പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ശുദ്ധീകരിച്ചെടുക്കും. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ നമ്മൾ പറയും നമുക്കെല്ലാം തികഞ്ഞവരായിട്ട് നമുക്ക് തോന്നിയാലും മറ്റുള്ളവർക്കും ദൈവത്തിനും തോന്നണ്ടേ. അതുകൊണ്ട് നമ്മളിലെ അഹങ്കാരമായ മുള്ളിനെ അയൽവാസിയിലെ മുള്ളുകൊണ്ട്, ബന്ധുമിത്രാദികളിലെ മുള്ളുകൊണ്ട്, വീടിനകത്തുള്ളവരുടെ മുള്ള്, അതാണ് പലർക്കും സഹിക്കാൻ പറ്റാത്തത്, അല്ലേ? ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട്, ഇത്രയും പഠിപ്പിച്ചിട്ട്, ഇത്രയും സഹായിച്ചിട്ട്, ഇത്രയും ഉപവസിച്ചിട്ട് എന്ന് പറയും. അപ്പോൾ മറ്റുള്ളവരിലെ അഹങ്കാരമാവുന്ന മുള്ളുകൾ കൊണ്ട് കുത്തിയെടുക്കാൻ, മുള്ളുകൊണ്ടേ എടുക്കാൻ പറ്റുമെന്ന് പറയുന്നത് പോലെ നമ്മുടെ അഹങ്കാരം വെട്ടിയൊതുക്കാൻ, അഹങ്കാരം കൊത്തിക്കളയാൻ ദൈവം ഒരുപക്ഷെ അനുവദിച്ചേക്കാം. വീണ്ടും 1 പത്രോസ് 5:8 പറയുന്നുണ്ട്, നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുകയാണ്. 1 പത്രോസ് 5:8 കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ശാലീനയായ ഭാര്യയ്ക്ക് ഒരു തെമ്മാടിയായ ഭർത്താവ്, അല്ലേ? അഹങ്കാരിയായ ഭർത്താവിന് ഒരു ശാലീനയായ ഭാര്യ, ഇതാ പ്രാർത്ഥനക്കാരനായ ഭർത്താവിന് എടുത്തിയാട്ടക്കാരിയായ ഒരു ഭാര്യ. എന്നാളൊരു പ്രാർത്ഥനക്കാരൻ പറഞ്ഞ ഇതാണ്, ബ്രദറെ പുറത്ത് പറയാൻ നാണക്കേടാണ്, ഞാൻ വീട്ടിൽ അനുഭവിക്കണതിന് കയ്യും കണക്കുമില്ല, എൻ്റെ പണ്ടത്തെ സ്വഭാവമാണെങ്കിൽ ഞാൻ എപ്പോഴേ ഒന്ന് കൊടുക്കേണ്ട സമയം കഴിഞ്ഞു, ഇതാ ഇപ്പോൾ അനുസരണവുമില്ല, പ്രാർത്ഥനയുമില്ല, കൂടെ കിടപ്പുമില്ല, ഭയങ്കര അഹങ്കാരമാണ്. മറ്റൊരു മനുഷ്യൻ പറഞ്ഞതാണ്, നല്ല ആത്മീയതയുള്ള ഒരു മനുഷ്യൻ, പക്ഷെ അദ്ദേഹം പറഞ്ഞതാണ് എൻ്റെ ഭാര്യ ബ്ലൂ ഫിലിമിന് അടിമയാണ്, മൊബൈൽ ഫോണിലൂടെ അശ്ലീല ഇത് കാണുന്നതിന്. ഞാനും ഒരു പഴയ രീതിയിലുള്ള ജീവിതക്കാരനായിരുന്നു, പക്ഷേ ഞാൻ കർത്താവിനെ അറിഞ്ഞപ്പോൾ അതെല്ലാം മാറ്റി. അവളും ദൈവത്തെയൊക്കെ അറിഞ്ഞതാണ്, പക്ഷേ ജോലിയും പണവും സർക്കാർ ജോലിയും വരുമാനങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആത്മീയതയെല്ലാം പോയി, കുടുംബ പ്രാർത്ഥനയുമില്ല, മൊബൈൽ ഫോണിലൂടെ 2 കുഞ്ഞുങ്ങളുടെ മാതാവായ ഈ അമ്മ അശ്ലീല കാഴ്ചകൾ കാണുന്നതിനാണ് എത്ര പറഞ്ഞിട്ടും ശാസിച്ചിട്ടും ഒരു രക്ഷയുമില്ല. അതിനു പകരം ഭർത്താവിനെ മറ്റുള്ളവരെ കൂട്ടിപ്പറയുകയോ പ്രാർത്ഥനയ്ക്ക് പോകുന്നത് ഇങ്ങനെയുള്ള കാര്യത്തിന് പോകുന്നതാണെന്നോ പറഞ്ഞിട്ട് കരച്ചിൽ വരുന്ന, സഹിക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ പലതരത്തിലുള്ള സഹനങ്ങൾ നമുക്ക് ശുശ്രൂഷാ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നേക്കാം. നമ്മൾ കാണുന്നുണ്ട് മാർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ അവിടെ 40-ാമത്തെ വാക്യത്തിലാണ്, യേശു ജായിറൂസിൻ്റെ ഭവനത്തിലേക്ക് ചെന്നപ്പോൾ പോകുന്ന വഴി രക്തസ്രാവക്കാരി സ്ത്രീ യേശുവിനെ തൊട്ട് അവൾക്ക് സൗഖ്യമൊക്കെ കിട്ടി. ജനക്കൂട്ടവും തിരക്കും സാക്ഷ്യവും എല്ലാം കഴിഞ്ഞ് അവിടെ എത്തിയപ്പോഴേക്കും പോയിക്കൊണ്ടിരുന്നത് ജായിറൂസിൻ്റെ കൊച്ചുമോളെ ഉയർപ്പിക്കാനാണ്, സുഖപ്പെടുത്താനാണ്. പക്ഷേ 12 വയസ്സുള്ള ആ കുട്ടി മരിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോൾ കർത്താവിനെ ഇനി എന്തിനാ ബുദ്ധിക്കൊണ്ട് ആളെ പറഞ്ഞയച്ചു. പക്ഷേ അവിടെ ഉണ്ടായിരുന്നവർ നമ്മൾ കാണുകയാണ് മാർക്കോസ് 5:40 അവർ അവനെ പരിഹസിച്ചു. അവനാകട്ടെ എല്ലാവരെയും പുറത്താക്കി. കാരണം യേശു എത്തിയപ്പോഴേക്കും കുഞ്ഞ് മരിച്ചു കഴിഞ്ഞു, ഇനി വന്നിട്ട് എന്തിനാ എന്ന് പറയും, അല്ലേ? അപ്പോൾ കല്യാണ സദ്യ എല്ലാം കഴിഞ്ഞിട്ട് അവിടെ വന്നിട്ട് വല്ല കാര്യമുണ്ട്? ഇതുപോലെ തന്നെയാണ്. അനന്തരം പെൺകുട്ടികളുടെ മാതാപിതാക്കന്മാരെയും തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെയും, ഈ കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നതിനും കൂട്ടിക്കൊണ്ട് അവളെ കിടത്തിയിരുന്നിടത്തേക്ക് അവൻ ചെന്നു. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. പേടിച്ചോടാനല്ല, ഈശോ വന്നത് ഉയർപ്പിക്കാനാണ്. മാർക്കോസ് 5:36 പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. അപ്പം ഇങ്ങനെയുള്ള സംശയ മനസ്ഥിതികൾ, എതിർപ്പുകൾ, തടസ്സങ്ങൾ നമുക്ക് അനുഭവപ്പെടുമ്പോൾ ശുശ്രൂഷാ ജീവിതത്തിലുള്ളവർ അതിനെയൊന്നും ഭയപ്പെടേണ്ട. പെന്തക്കോസ്താ നാളിൽ നമ്മൾ കാണുന്നുണ്ട്, അപ്പോസ്തലന്മാരെ ജനം പരിഹസിക്കുകയാണ്, അല്ലേ? പരിഹസിച്ചു താഴ്ത്തു. നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും. അപ്പോസ്തല പ്രവർത്തനം 2:13 കാണുന്നുണ്ട്, പുതുവീഞ്ഞ് കുടിച്ച് ഇവർക്ക് ലഹരി പിടിച്ചിരിക്കുകയാണ് എന്ന് പറയും. കുടി അടിച്ചു പൂസായി വന്നേക്കണേ എന്ന് പറയുകയാണ്, അല്ലേ? അതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം
28-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. നമ്മുടെ ജീവിതവുമായിട്ട് ഇതൊക്കെ ഒന്ന് തട്ടിച്ചു നോക്കുക. ഇതുപോലെ നമ്മളും മറ്റുള്ളവരെ കുരിശി തറക്കുന്നുണ്ടോ, അവമാനിക്കുന്നുണ്ടോ? വലിയ പ്രാർത്ഥനക്കാരിയാണ്, എനിക്ക് എല്ലാം അറിയാം എന്നും പറഞ്ഞ് ഫുൾ ടൈം ബൈബിളും എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. എന്തിനാ ബൈബിളിനെ പറയുന്നത്? ഒരു എസ്കേപ്പിസം, ഒളിച്ചോട്ടം, ഡിഫൻസ് മെക്കാനിസം എന്നൊക്കെ പറയും. എന്ത് കാര്യത്തിനും പ്രാർത്ഥനയും ഭജനവും പള്ളിയും പറഞ്ഞ് ന്യായീകരണം, ഒളിച്ചോട്ടം. അതുകൊണ്ട് വീട്ടിലുള്ള മറ്റുള്ളവർക്കെല്ലാം ഇങ്ങനത്തെ കാര്യത്തെ വെറുപ്പാണ്. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 28-ാം വാക്യത്തിൽ ജോസഫിനെ സഹോദരന്മാർ എറിർത്തു. പഴയ നിയമത്തിലെ ദേവദാസൻ ജോസഫിൻ്റെ സഹോദരന്മാർ അവനെ കുഴിയിൽ നിന്ന് പൊക്കിയെടുത്ത് 20 വെള്ളിക്കാശിന് ഇശ്മായേല്യർക്ക് വിറ്റു. അവർ അവനെ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. അവിടെ കിടന്ന് അവരെ പ്രാഗി ശപിച്ചു എന്ന് പറഞ്ഞ വല്ലതും ഉണ്ടായില്ല അല്ലേ? ഇതുപോലെ തന്നെ വചനമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒന്നും ചെയ്യാതിരുന്നത്. അവർ എന്തെല്ലാം ചെയ്തിട്ടും തിരിച്ചൊരു പ്രതികാരം, ഒരു ശാപവാക്ക് പോലും അവർ പറഞ്ഞില്ല. അതുപോലെ മോശയുടെ സഹോദരിയായ മിരിയാമും അഹ്റോനും മോശയ്ക്കെതിരെ സംസാരിച്ചു. ഇനി ഇതിലും വലിയ ആൾക്കാർ വേറെ ഉണ്ടാവും അല്ലേ? മോശയ്ക്കെതിരെ പോലും സംസാരിച്ചു. സംഖ്യാപുസ്തകം 12:2 കാണുന്നത്. കർത്താവ് മോശ വഴി മാത്രമാണോ സംസാരിച്ചിട്ടുള്ളത്? ഞങ്ങളിലൂടെയും സംസാരിച്ചിട്ടില്ലേ എന്നവർ ചോദിച്ചു. കർത്താവ് അത് കേട്ടു. അവന് മാത്രം പരിശുദ്ധാത്മാവുള്ള ഒരു പ്രാർത്ഥനക്കാരൻ വന്നേക്കണു, ഒരു പുത്തൻ ക്രിസ്ത്യാനി വന്നേക്കണ്. ഇപ്പം പള്ളിയിൽ പോയി വന്നതല്ലേ, ഇനി പ്രാർത്ഥിക്കേണ്ട കാര്യം എന്താണ്? എപ്പോൾ നോക്കിയാലും ഒരു പ്രാർത്ഥന, വചനം എന്ന് പറഞ്ഞേക്കാം അധിക്ഷേപിച്ചേക്കാം. ഇത് അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എസെക്കിയേൽ പ്രവചനം 20-ാം അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്, എസെക്കിയേൽ പ്രവാചകനെ കടങ്കഥക്കാരൻ എന്ന് വിളിച്ച് കളിയാക്കി. കൊള്ളാം കമൻറ്റ്. എസെക്കിയേൽ പ്രവാചകനെ കടങ്കഥക്കാരൻ എന്ന് വിളിച്ച് കളിയാക്കി. എസെക്കിയേൽ 20:49. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, കടങ്കഥക്കാരനല്ലേ എന്നവർ എന്നെക്കുറിച്ച് പറയുന്നു. എന്നാൽ നീയൊക്കെ നശിച്ചു പോട്ടേടാ, അനുഭവിക്കാൻ പോകണമെന്നല്ല. നമ്മൾ ചിലപ്പോൾ അറിഞ്ഞു അറിയാതെ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകും. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. പക്ഷേ എസെക്കിയേൽ കർത്താവിനോടാ പറഞ്ഞ. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, കഥക്കാരനല്ലേ എന്ന് അവർ എന്നെക്കുറിച്ച് പറയുന്നു. എസെക്കിയേൽ 20:49. അപ്പോൾ ഈ വചനമൊക്കെ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. മത്തായി 13:57 കാണുന്നുണ്ട്, പ്രവാചകൻ സ്വന്തം നാട്ടിലും സ്വന്തം ഭവനത്തിലും അല്ലാതെ മറ്റെങ്ങും അവമതിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് ഈ ബോധ്യം എപ്പോഴും ഉണ്ടാകണം. 1 പത്രോസ് 2:9 പറഞ്ഞു, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത പ്രവാചക ഗണവുമാണ്. അപ്പോൾ എന്തുണ്ടാകുമ്പോഴും പ്രവാചകൻ അവമതിക്കപ്പെടും, പീഡിപ്പിക്കപ്പെടുമെന്ന് വചനം പറയുമ്പോൾ അപ്പം തന്നെ ഓർത്തോണം, നിങ്ങൾ രാജകീയ പുരോഹിത പ്രവാചക ഗണമാണ്. 1 പത്രോസ് 2:9. യേശുവിന് പോലും തിരസ്കരണം ഉണ്ടായി. യേശുവിനെ ജനങ്ങളെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് അല്ലേ? രണ്ട് കൈ നീട്ടി വന്നാട്ടെ, ദേവകുമാരൻ വന്നാട്ടെ എന്നും പറഞ്ഞിട്ടാണ് ഓശാന പാടിക്കഴിഞ്ഞ് കുരിശ തറക്കാൻ വേണ്ടി അവനെ ക്രൂശിക്കുക അല്ലേ? ബറാബാസിനെ, കള്ളനെ ഞങ്ങൾക്ക് വിട്ടുതരിക എന്ന് പറയും. ഇന്നും അസത്യത്തിനും അനീതിക്കും വേണ്ടി ചില കൂട്ടുനിന്നില്ലെങ്കിൽ അല്ലെങ്കിൽ എതിർക്കേണ്ടി വന്നാൽ, ആ ഒഴുക്കിനൊത്ത് പോയില്ലെങ്കിൽ ഇതേപോലത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായേക്കാം. ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നിട്ടും നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നില്ല. എന്നാൽ മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വന്നാൽ നിങ്ങൾ അവനെ സ്വീകരിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 43-ാമത്തെ വാക്യം. തോബിത്തിൻ്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട്, കുടുംബത്തിൽ നിന്ന് എതിർപ്പ്. ഇനി വേറെ എവിടെ നിന്നാണ് കിട്ടാനുള്ളത്? ആരിൽ നിന്നുണ്ടായി? തോബിത്തിൻ്റെ ഭാര്യയിൽ നിന്ന്. തോബിത്തിൻ്റെ ഭാര്യ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒരു ആട്ടിൻകുട്ടിയെ കൂടി കിട്ടി. അപ്പോൾ അതെന്താണ് ഏതാണ്? വല്ലതും ഭർത്താവ് സുഖമില്ലാതിരിക്കണമല്ലേ, കാഴ്ചയൊക്കെ പോയി, പുണ്യം ചെയ്യാൻ പോയിട്ട് കണ്ണിന് കാഴ്ചയൊക്കെ പോയിരിക്കുകയാണ്. അപ്പോൾ അത് സമ്മാനമായി തന്നതാണെന്ന് അവൾ പറഞ്ഞെങ്കിലും ഭർത്താവ് ഒരു ശുദ്ധനും സത്യസന്ധനുമാണ്. അപ്പോൾ വീട്ടിലാണെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടാണ്. അദ്ദേഹത്തിനത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സത്യസന്ധനും പരമദൈവഭക്തനുമാണ് നീതിമാൻ. അപ്പോൾ ആട്ടിൻകുട്ടിയെ തിരിച്ചു കൊടുക്കണമെന്ന് ഇദ്ദേഹം ശടിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിന് അവൾ മോഷ്ടിച്ചെടുത്തതായിരിക്കാം എന്ന് കരുതി ലജ്ജ തോന്നുകയാണ്. എന്നാൽ അവൾ ചോദിച്ചു, നിൻ്റെ ദാനധർമ്മങ്ങളും സൽപ്രവൃത്തികളും എവിടെ? എല്ലാം അറിയാമെന്നല്ലേ ഭാവം. ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളുമായിട്ട് മാറിക്കടന്നിട്ട് തിരിച്ച് വിളിച്ചില്ല, തിരിച്ച്
വിളിക്കുന്നുമില്ല. ഇങ്ങനെ കിടക്കുന്ന പ്രാർത്ഥനക്കാരി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ മറ്റ് കാര്യങ്ങളെല്ലാം വെറും ആചാര അനുഷ്ഠാനങ്ങളായിട്ട് തരം താഴും. ഇതാ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന, വിവാഹിതർക്ക് ഏൽപ്പിച്ചിരിക്കുന്ന, ദൈവം കഴിഞ്ഞാൽ ആദ്യത്തെ സ്ഥാനം സ്വന്തം ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ. അവരെ സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കാതെ നമ്മൾ ഇവരുടെയും വാഴ്ത്തിക്കൊണ്ടിരുന്നിട്ടോ താരതമ്യപ്പെടുത്തിയിട്ടോ ഒരു കാര്യവുമില്ല. അവരോടുള്ള കടമകളും ദാമ്പത്യ ധർമ്മങ്ങൾ നിറവേറ്റണം. എപ്പോൾ വരെ? മരണം വരെ നിറവേറ്റി ജീവിക്കണം. എന്തെങ്കിലും സംശയമുള്ളവർ 1 കൊറിന്തോസ് 7-ാം അധ്യായം 1 മുതൽ 14 വരെ വചനം പച്ചവെള്ളം പോലെ വായിച്ച് പഠിക്കുകയും ഹൃദയത്തിൽ അത് തങ്ങി നിൽക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇന്ന് പലരും ബൈബിളും കഷത്തിൽ വെച്ച് നടക്കും, കിട്ടുന്നിടത്തെല്ലാം സാക്ഷ്യം പറയും, അത് ചെയ്യും, ഇത് ചെയ്യും, പ്രേക്ഷിത വേല ചെയ്യും, ഷെയർ ചെയ്യും. പക്ഷേ സ്വന്തം കുടുംബത്തിലേക്ക് തിരിഞ്ഞാൽ ഇതൊന്നും ഇല്ലാത്ത അവസ്ഥ. എതിർ സാക്ഷ്യമാണ്. ഭർത്താവ് വേറെ കിടക്കുന്നു, ഭാര്യ വേറെ കിടക്കുന്നു, ഭർത്താവും ഭാര്യയും വേറെ കിടക്കുന്നു, വേറെ കഞ്ഞിക്കലം, മക്കൾ വേറെ കഞ്ഞിക്കലം, മക്കളെ വീട്ടിൽ നിന്ന് ഓടിക്കുന്നു, ആകെ ഒരെണ്ണമുള്ളൂ, അതിനെ പുറത്താക്കുന്ന അവസ്ഥ. അപ്പം നേടിയെടുക്കാൻ ആരും തയ്യാറാകുന്നില്ല. അപ്പോൾ അവൾ ഈ തോബിത്തിൻ്റെ ഭാര്യ ചോദിക്കുകയാണ്, നിൻ്റെ ദാനധർമ്മങ്ങളും സൽപ്രവൃത്തികളും എവിടെ? മറ്റുള്ളവരെ ചോദ്യം ചെയ്യുന്ന സ്വഭാവം, തർക്കിക്കുന്ന സ്വഭാവം നമുക്കുണ്ടോ? എല്ലാം അറിയാമെന്നല്ലേ ഭാവം. തോബിത്ത് 2:14. അപ്പോൾ സ്വന്തം കുടുംബക്കാരിൽ നിന്ന് തന്നെ മിക്ക 7:6-7 സമയമുള്ളപ്പോൾ എടുത്ത് വായിച്ചോ അല്ലേ. പ്രവാചകർക്ക് എതിർപ്പുകൾ ഉണ്ടാകാം. പിതാവ് പുത്രനോട്, അല്ലെങ്കിൽ മക്കൾ പിതാവിനോട്, ഭാര്യ ഭർത്താവിനോട്, മാതാപിതാക്കൾ മക്കളോട്, മക്കൾ മാതാപിതാക്കളോടൊക്കെ എതിരായിട്ട് പ്രവർത്തിക്കുന്ന അവസ്ഥകൾ ഉണ്ടാകാം. ഇവിടെ എല്ലാം മാറ്റം വരണം. പിന്നെ കാരാഗൃഹത്തിൽ കിടക്കേണ്ട അവസ്ഥകൾ ഉണ്ടായേക്കാം. ജെറമ്യാ പ്രവാചകനെ ഈ ചങ്ങലകളാൽ ബന്ധിച്ച അടിമയാക്കിയ കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടാകും. അതുപോലെ പത്രോസിനെയും കൂട്ടുകാരെയും ജയിലിലടച്ച്, പൗലോസിനെയും സീലാസിനെയും ഇതേ അനുഭവം തന്നെ ഉണ്ടായി. അതെല്ലാം നമ്മൾ ഓർത്തിരിക്കണം. അവരെ പിടികൂടി സന്ധ്യയായതുകൊണ്ട് അടുത്ത ദിവസം വരെ കാരാഗൃഹത്തിൽ സൂക്ഷിച്ചു. അപ്പോസ്തല പ്രവർത്തനം 4:3. പത്രോസിനുണ്ടായ അനുഭവമാണ്, നമുക്കും ഉണ്ടായേക്കാം. ചെയ്യാത്ത തെറ്റുകൾക്ക് വേണ്ടി പീഡനങ്ങൾ അല്ലെങ്കിൽ ഭീമഹർജിയൊക്കെ ചിലപ്പോൾ പോയെന്ന് വരും. നാളൊരു സഹോദരൻ ഇവിടെ വന്നിരുന്ന് കരഞ്ഞതാ, ഞാൻ പറ്റിയ ഉപകാരമോ ചെയ്തു കൊടുത്തിട്ടുള്ളു, എന്തോ ഒരു കാര്യം ഉണ്ടായപ്പോൾ കഥയറിയാതെ ആട്ടം ആടി എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പുറത്തും റോഡിലും വഴിയിലും കെട്ടിക്കാനൊരു പെങ്കൊച്ചൊക്കെ ഉള്ളതാണ്. അദ്ദേഹം തകർന്നു പോയ കാര്യം ഇതാണ്. പക്ഷേ ആ കുടുംബത്തെ ദൈവം ഇന്ന് വളരെയധികം ഉയർത്തി. എല്ലായിടത്തും പോസ്റ്ററൊക്കെ ഒട്ടിച്ച് വെച്ചു, പടമൊക്കെ വരച്ചു വെച്ചു. എനിക്ക് നെഞ്ചിടിപ്പ് കൂടി, ഉറക്കമില്ല ബ്രദറെ എന്നൊക്കെ പറഞ്ഞു വന്നതാണ്. പക്ഷേ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ വചനമൊക്കെ പറഞ്ഞു കൊടുത്ത് പ്രാർത്ഥിച്ച് കരഞ്ഞു പോയി. ഭയങ്കരമായ ശക്തി അദ്ദേഹത്തിന് കൊടുത്തു. അതെല്ലാം കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമുറക്കിക്കുമെന്ന് പറഞ്ഞതുപോലെ അവരെ കൊണ്ട് തന്നെ ദൈവം അതെല്ലാം നിർവീര്യമാക്കിയ അവസ്ഥകളും ദൈവം ആ കുടുംബത്തിന് ഒത്തിരി ഉയർച്ചകൾ കൊടുത്തു. മാർക്കോസ് 8:11 നമ്മൾ കാണുന്നുണ്ട്, ഫരിസേയർ വന്ന് അവനുമായി തർക്കിക്കാൻ തുടങ്ങി. അവർ അവനെ പരീക്ഷിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഒരു അടയാളം ആവശ്യപ്പെട്ടു. അപ്പോൾ ജയിൽവാസം ഉണ്ടായേക്കാം, ഭിന്നത ഉണ്ടായേക്കാം, തർക്കങ്ങൾ ഉണ്ടായേക്കാം. ഭിന്നത ഉണ്ടായ അതിനെക്കുറിച്ച് പറയാം. പത്രോസിന് ജയിലിൽ കിടക്കേണ്ടി വന്നു. പൗലോസിനും സീലാസിനും അടിമ പെൺകുട്ടിയിൽ നിന്ന് യജമാനന്മാർക്ക് വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഭാവി പറയും. ഇന്ന് ഭാവി പറയുന്നവരുടെ പുറകെ ആൾക്കാർ ഓടി പല കുഴികളിലും വീണുകൊണ്ടിരിക്കുന്നവരും ഒരുപാട് പണം നഷ്ടപ്പെടുന്നവരും കഥകളൊക്കെ പറയുന്ന അവർ പറഞ്ഞതാ, ഞങ്ങളുടെ അവിടെ പ്രാർത്ഥനക്കാരനായിട്ട് വന്ന് ആ ഏരിയയിലുള്ള എല്ലാവരെയും കയ്യിലെടുത്ത് ഒരുപാട് പണം കൊടുത്തു, പ്രാർത്ഥനക്കാരന് പലിശക്കും കൊടുത്തു, അയാൾ വേറെവർക്ക് പലിശക്ക് കൊടുത്തു. അവസാനം പണമൊന്നും തിരിച്ചു കൊടുക്കാൻ പറ്റാതെ വന്നപ്പോൾ ആ ലീഡറായിട്ട് വന്ന ആൾ തൂങ്ങിച്ചത്തു. അപ്പോൾ ഇങ്ങനെയുള്ള പല പരീക്ഷണങ്ങളും ഉണ്ടായേക്കാം. ആളുകളുടെ പണം മുഴുവൻ മേടിച്ച് അവനവൻ അധ്വാനിക്കാത്തത് തട്ടിയെടുക്കാൻ ശ്രമിച്ച വ്യക്തി തന്നെ അവസാനം യൂദാസിനെ പോലെ ജീവൻ നഷ്ടപ്പെടുത്തി. മത്തായി 12:24 കാണുന്നുണ്ട്, യേശു ബെൽസബൂലിനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെന്ന് ഫരിസേയർ കുറ്റപ്പെടുത്തി. ബെൽസബൂൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായ, ലെഗിയോൺ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അതുപോലെ അവരുടെ കൂട്ടുകാരൊക്കെ തന്നെയാണ് ബെൽസബൂലിനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുക. പിശാചിനെ കൊണ്ടാണ് ബഹിഷ്കരിക്കുന്നത് എന്ന്
എന്ന്. അപ്പോൾ യേശുവിനെ പോലും വെറുതെ വിട്ടില്ല. യേശുവിനെ മലയിൽ നിന്ന് തള്ളി താഴെ ഇടാനൊക്കെ നോക്കി. അപ്പോസ്തല പ്രവർത്തനം 28-25 അവർ പരസ്പര അഭിപ്രായ വ്യത്യാസത്തോടെ പിരിഞ്ഞു പോകുമ്പോൾ പൗലോസ് ഇങ്ങനെ പറഞ്ഞു, പ്രവാചകനായ യേശയ്യായുടെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ശരിയാണ്. പൗലോസിൻ്റെ പ്രസംഗം കേട്ട് അഭിപ്രായ വ്യത്യാസത്തോടെ ജനങ്ങൾ പിരിഞ്ഞു പോയപ്പോൾ മുഖത്ത് നോക്കി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പൗലോസ് പറയേണ്ട കാര്യം പറഞ്ഞു. ഉള്ളതേ ഞാൻ പറയൂന്നും പറഞ്ഞ് വേണ്ടടുത്ത് മത്തായി 7:6 നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് ഇട്ട് കൊടുക്കരുത്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ യേശുവിനോട് എതിർപ്പുണ്ടായി എന്ന്. വചനത്തിലുണ്ട് അത്. യോഹന്നാൻ്റെ സുവിശേഷം 10-19 ലൂക്ക 6:11 ഉണ്ട്. യേശുവിൻ്റെ പ്രസംഗത്തോട് അവർക്ക് എതിർപ്പുണ്ടായി. ഈ വാക്കുമൂലം യഹൂദരുടെ ഇടയിൽ ഭിന്നത ഉണ്ടായി. പിന്നെ വലിച്ചു കീറാൻ വേണ്ടിയൊക്കെ നമ്മുടെ അടുത്ത് വലിച്ചു കീറിക്കളയും ഞാൻ എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ടാകും. അവനെ കൊത്തി ചതക്കണം, അവനെ ഈ നാട്ടിൽ നിന്ന് ഓടിച്ച് കളയണം, അല്ലെങ്കിൽ അവൻ്റെ മക്കളെ ഉപദ്രവിക്കണം, അങ്ങനെയൊക്കെ. അപ്പോൾ അവൻ പ്രാർത്ഥന നിർത്തിക്കോളും. എനിക്കിങ്ങനത്തെ ചില അനുഭവങ്ങളൊക്കെ ദേഹത്ത് തൊട്ടിട്ടില്ല എങ്കിലും എന്ത് ചെയ്താൽ പ്രാർത്ഥനയും വചനം പറയലും ഇവനെ തേടി ആൾക്കാർ വരലും ഇവിടെ ദൈവകൃപയാൽ രാവും പകലും ദൈവത്തിൻ്റെ വചനം ഉള്ളത് കൊണ്ട് ദിക്കും ദിശയും ഇല്ലാതെ കേരളത്തിനകത്തും പുറത്തുമായിട്ട് അനേകം വേദികളിൽ കർത്താവിൻ്റെ വചനം പറയുന്നത് കൊണ്ട് ഇതാ ദൈവാനുഭവം ഉള്ളതുകൊണ്ട് വചനം ഉള്ളതുകൊണ്ട് ദൈവമക്കൾ വരും. അല്ലെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ വചനം പ്രസംഗിക്കുവാനായിട്ട് ഇന്ന് പോകാത്ത വേദികൾ വളരെ കുറവാണ്. അപ്പൻ്റെ കളോടി മാറാൻ വേണ്ടി പിന്നെ പ്രാർത്ഥിക്കാൻ ഇറങ്ങിയ, കൊടി മാറാൻ പ്രാർത്ഥിക്കാൻ ഇറങ്ങിയ, വൈദ്യശാസ്ത്രം കൈയൊഴിഞ്ഞ് കിടന്ന എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട കുടുംബത്തിൽ നിന്നുള്ള അംഗമാണ്. പക്ഷേ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അന്ന് മുതൽ ഇന്ന് വരെ കർത്താവ് കൃപ തന്ന് ഓടി നടക്കുന്നു. നമ്മൾ വന്നതൊന്നിന്, പക്ഷേ ദൈവം മാറ്റി നിർത്തിയത് മറ്റൊരു വഴിക്ക്. അപ്പോൾ ഇതൊന്നും അവനൊരു വലിയ പ്രാർത്ഥനക്കാരൻ, ഇവൻ ആരായിരുന്നു നമുക്കറിയാമെന്ന് പറയും. യേശുവിനെക്കുറിച്ചും ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. പൗലോസിനെ ജനം പ്രസംഗത്തിൻ്റെ പേരിൽ എതിർത്തിട്ടുണ്ട്. അവൻ്റെ ഒരു വലിയ പ്രസംഗം, എന്തൊക്കെ ഇവൻ പറയണ, ഇവന് ആരാ അധികാരം കൊടുത്തത്, ഇവന് ലൈസൻസ് ഉണ്ടോ, പിന്നെ ഇവൻ അച്ഛനാണോ കന്യാസ്ത്രീ ആണോ, ഇവൻ ഏത് സഭയാണ്, ഒരു പുതുക്രിസ്ത്യാനി വന്നേക്കണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞേക്കാം. എന്നെ കേൾക്കുമ്പോൾ ഇതുപോലെ നോക്കുന്ന ചിലരൊക്കെ ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും ഫ്ലെക്സ് വെച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ആരെങ്കിലും വീട്ടിൽ കൂടോത്രം പലതവണയായിട്ട് കൊണ്ടുവന്ന് ഇടുകയും കുഴിച്ചിടുകയും ചെയ്തിട്ടുണ്ടോ? ഞാനിവിടെ 19 കൊല്ലം കഴിഞ്ഞു. ഇതിനിടയിൽ കടന്നു വരാത്ത പരീക്ഷണങ്ങളില്ല. പക്ഷേ ഞാൻ ഒറ്റ കാര്യം ഓർക്കുകയാണ്, അല്ലെങ്കിൽ ഇതുപോലെ വിഷമിക്കുന്ന പലരും വന്ന് പറയുന്ന കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല, അതൊക്കെ നിങ്ങളുടെ തോന്നലാണ്, നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട് അതുകൊണ്ടാണെന്ന് പറഞ്ഞു വിട്ടെന്നെ. ജ്ഞാനം അഭ്യസിപ്പിക്കുമെന്ന് പറഞ്ഞതുപോലെ പലതും കർത്താവ് എന്നെ പഠിപ്പിച്ചു. എൻ്റെ വാഹനത്തേലൊക്കെ കാറുമേലൊക്കെ കൂർത്തുമൂർത്ത ആയുധം കൊണ്ട് തെറിയും വൃത്തികെട്ട പടങ്ങളൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ വേറൊരു ആയുധം കൊണ്ടുവന്നിട്ട് അതിങ്ങനെ അന്ന് പെയിൻറ് ചെയ്യിക്കാനൊന്നും കാശില്ലാത്തത് കൊണ്ട് ഡിസൈനാക്കി വെച്ചപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഭാര്യ ചോദിച്ചു, തനിക്കും ഭ്രാന്തായി പോയാ എന്ന് ചോദിച്ചു. അല്ലാതെ പിന്നെ എന്താ കാര്യം? ഞാൻ പറയടി ഇപ്പോൾ പെയിൻറ് ചെയ്യാൻ കാശില്ല, പണിയിക്കാൻ കാശില്ലാത്തത് കൊണ്ട് നമ്മളിപ്പോൾ തന്നെ ഇനി ഇല്ലാത്ത കാശുണ്ടാക്കി പെയിൻറ് ചെയ്ത് കൊണ്ടുവന്നാലും ചെയ്തവർക്ക് പിന്നെയും വാശിയും സമാധാനക്കേടും ആകും. അതങ്ങനെ ഇരുന്നോട്ടെ, ദൈവം ഇടയാകുമ്പോൾ അത് ആകേണ്ടതുപോലെ ആയിക്കോളും എന്ന് പറയുമ്പോൾ ഓർത്തോ, പഴയത് മാറ്റി ദൈവം പുതിയ വാഹനം തരാനുള്ള, അതിനേക്കാൾ ഗ്രേഡ് കൂടിയ മെച്ചപ്പെട്ട വാഹനം തമ്പുരാൻ തരാനുള്ള അവസരമായിരുന്നു എന്ന് മാത്രം എനിക്ക് പറയാം. എൻ്റെ വണ്ടികൾ പഞ്ചറാക്കി ഇടുക, പിന്നെ മലമൂത്ര വിസർജനങ്ങൾ ചെയ്ത് ഞാൻ താമസിക്കുന്നതിൻ്റെ പരിസരങ്ങളിൽ കൊണ്ടുവന്നിടുക, വേസ്റ്റെല്ലാം വാരിക്കൊണ്ടുവന്ന് ചഴിഞ്ഞ് നാറിയ വേസ്റ്റെല്ലാം കൊണ്ടുവന്ന് വീടിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റാത്ത തരത്തിൽ ഗേറ്റിൻ്റെ മുമ്പിൽ സന്ധ്യാനേരത്ത് കൊണ്ടുവന്ന് അട്ടിയിട്ട് വെച്ചിരിക്കുന്നു, ഊമക്കത്ത് വിടുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഇതുപോലെയുള്ള സഹനങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. വേറെ ഒന്നും ചെയ്യേണ്ട, അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക. ഇതിലൂടെ അവർക്ക് വേണ്ടിയൊക്കെ ഒരുപാട് പ്രാർത്ഥിക്കാനും ചിലരൊക്കെ മാനസാന്തരപ്പെടാനും ചിലർക്കൊക്കെ സഹായങ്ങൾ ചെയ്യാനും ചിലർ ആരും അറിയാതെ വന്ന് ക്ഷമയും ചോദിച്ച് കാലും പിടിച്ച് പ്രാർത്ഥിപ്പിക്കാനും പോയ അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ വലിയ ദൈവം തമ്പുരാനാണെന്ന് പറയുകയല്ല, കർത്താവിൻ്റെ അഭിഷിക്തനെ തുടരുതെന്ന് സങ്കീർത്തനം 105 പറയുന്നുണ്ട്.
പറയുന്നുണ്ട്. അപ്പോൾ എന്നോട് ഒരു ഹൈന്ദവ സഹോദരൻ പറഞ്ഞതാ, ബ്രദർ ഒന്നും ചെയ്യണ്ട, അത് സങ്കീർത്തനം 105 പറഞ്ഞിട്ടില്ലേ, സങ്കീർത്തനം 91 പറഞ്ഞിട്ടില്ലേ, ദുഷ്ടരുടെ പ്രതിഫലം നിൻ്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. ഇല്ല, അവരെയും നമുക്ക് നേടണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും സഹായങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള അവസരങ്ങൾ പരിശുദ്ധാത്മാവ് തന്നിട്ടുണ്ട്. തർക്കം മൂർച്ഛിച്ചപ്പോൾ പൗലോസിനെ അവർ വലിച്ചു കീറുമോ എന്ന് തന്നെ സഹസ്രാധിപൻ ഭയപ്പെട്ടു. അപ്പോസ്തലബോധനം 23:10. എൻ്റെ വീട്ടിലേക്ക് കയറി വരുന്ന വഴിക്ക് തന്നെ റോട്ടിൽ പോലും ചുമന്ന ഇലക്ഷന് പോലും എഴുതൂല്ല, അത്രക്ക് വ്യക്തമായും വലുതായും റോട്ടിൽ തന്നെ നല്ല മാഞ്ഞു പോകാത്ത പെയിൻറ് കൊണ്ട് എഴുതി രാത്രി ഉറക്കമൊഴിഞ്ഞിരുന്ന് എഴുതിയൊക്കെ വെച്ചിട്ട് പോയി ആൾ ദൈവം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇതാ മനുഷ്യർക്കൊരു കുഴപ്പമുണ്ട്, നെഗറ്റീവ് കണ്ടാൽ കൂടുതൽ അട്രാക്ഷനാണ്. പോസിറ്റീവ് നല്ലതാണെന്ന് കണ്ടാലും സാക്ഷ്യം കണ്ടാലും പ്രസംഗം കേട്ടാലും വരുന്നതിനേക്കാൾ പലരെയും സ്പർശിക്കാനും മാനസാന്തരപ്പെടാനും ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ പ്രതികാരം ചെയ്യാത്തത് കൊണ്ട്, അങ്ങനെ ഒന്നും പോകാത്തത് കൊണ്ട്, ഇത് ശരിക്കും ദൈവത്തിൻ്റെ ശക്തി സഹായം ഉള്ളത് കൊണ്ടാണ് ഇതുപോലെ ക്ഷമിക്കാൻ പറ്റുന്നത്. ഞാനാണെങ്കിൽ അവിടെ നിന്ന് വിറ്റുപോയാനെ, അല്ലെങ്കിൽ വാടകയ്ക്കെങ്കിലും പോയാനെ, അല്ലെങ്കിൽ കാണിച്ചു കൊടുത്തേനെ, ഫോട്ടോ എടുത്ത് വെച്ചാനെ, വീഡിയോ എടുത്ത് വെച്ചാനെ, അങ്ങനെ ചെയ്താനെ ഇങ്ങനെ ചെയ്താനെ എന്ന് പറഞ്ഞവരുണ്ട്. ഇതാ വചനത്തിൽ പറയാത്തതൊന്നും സംഭവിക്കുന്നില്ല. തർക്കം മൂർച്ഛിച്ചപ്പോൾ പൗലോസിനെ അവർ വലിച്ചു കീറുമോ എന്ന് തന്നെ സഹസ്രാധിപൻ ഭയപ്പെട്ടു. അപ്പോസ്തലപ്രവർത്തനം 23:10. പക്ഷേ അപ്പോസ്തലപ്രവർത്തനം 23:10 കേട്ടോ, വചനത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കർത്താവ് നമ്മുടെ നാടൊക്കെ ഇവിടെ വെച്ച് തന്നെ എല്ലാം നിവർത്തിക്കൊണ്ടുവരും. പിന്നീട് എനിക്കും എൻ്റെ മകൾക്കും മകനും കുടുംബത്തിൽ തന്നെ പവർ ലിഫ്റ്റിങ്, വെയ്റ്റ് ലിഫ്റ്റിങ്, ആധ്യാത്മിക ശുശ്രൂഷകളിൽ മാത്രമല്ല ഡിസ്ട്രിക്ട് ലെവല്, സ്റ്റേറ്റ് ലെവല്, നാഷണൽ ലെവലിലൊക്കെ ചാമ്പ്യൻഷിപ്പുകളൊക്കെ വന്നപ്പോൾ ദൈവം തമ്പുരാൻ തിരുമനസ്സായി അവിടെയൊക്കെ പണ്ടത്തെ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് ദുഷിച്ചു വെച്ച സ്ഥലങ്ങളിലൊക്കെ ഫ്ലെക്സും പടവും പോസ്റ്ററും ഒക്കെ പല രീതിയിൽ വരാനും ചില മാസികകളിൽ പോലും അടിച്ച് നമ്മളറിയപ്പെടാത്ത ഒത്തിരി സ്ഥലങ്ങളിൽ പോലും പ്രചരിക്കാൻ ഉള്ള അപമാനത്തെ അഭിമാനമാക്കി വിജയമാക്കി ദൈവം തന്നു. ചിലരൊക്കെ അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ടാവുക. അയാൾ പ്രാർത്ഥനക്കാരനല്ലേ, കിട്ടാൻ വഴിയൊന്നുമില്ല, അത് വെറുതെ പറയുന്നതാണോ, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആണോ? അത് കഴിഞ്ഞപ്പോൾ വീണ്ടും അടുത്ത മത്സരത്തിൽ കണ്ണൂർ പോയപ്പോൾ സ്റ്റേറ്റ് ലെവലിൽ മകനും എനിക്കും കിട്ടി, മകൾക്ക് 2 നാഷണൽ ലെവലിൽ കിട്ടി. പൊങ്ങച്ചം പറയാൻ വേണ്ടി, അഹങ്കാരം പറയാൻ വേണ്ടിയല്ല ഈ വാക്ക് പറഞ്ഞത്. ദൈവം എങ്ങനെ നമ്മളെ പരിപാലിക്കുന്നു, നമ്മുടെ ആത്മീയ കാര്യങ്ങളിൽ മാത്രമല്ല, ഇതാ ശത്രുക്കളുടെ മുമ്പിൽ ദൈവം ഉയർത്തും. എവിടെ നീ നാണം കെട്ടോ, എവിടെ നീ തല താഴ്ത്തിയോ, ഇതാ എവിടെ ഇല്ലാവചനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു, അവിടെയെല്ലാം ശക്തനായ ദൈവമാണ് കൂടെയുള്ളത്. 1 യോഹന്നാൻ 4:4. നിങ്ങളുടെ ഉള്ളിലുള്ളവൻ പുറമേയുള്ളവനേക്കാൾ ശക്തനാണ്. ലൂക്കാ സുവിശേഷം 13:31 പറയുന്നുണ്ട് അധികാരികളിൽ നിന്നുള്ള എതിർപ്പിനെ കുറിച്ച്. അപ്പോൾ തന്നെ ചില ഫരിസേയർ വന്ന് അവനോട് പറഞ്ഞു. ആരോട് പറഞ്ഞു? ദൈവം തമ്പുരാനോട്, യേശുവിനോട് പറയുക, ഇവിടെ നിന്ന് പോവുക, ഹെറോദേസ് നിന്നെ കൊല്ലാൻ ഒരുങ്ങുന്നു. ലൂക്കാ 13:31. യേശുവിനെ ഹെറോദേസ് നശിപ്പിക്കാൻ നിശ്ചയിക്കുകയാണ്. അപ്പോൾ സുവിശേഷ വേലകളിൽ ഉള്ളവരുടെ കുടുംബങ്ങളിൽ നിന്നും ഉണ്ടാകാം. അതുപോലെ ജെറമിയ 38:6 കാവൽപ്പുരയുടെ മുറ്റത്തുണ്ടായിരുന്ന കിണറ്റിലേക്ക് ഇറക്കി, രാജകുമാരൻ മൽക്കിയയുടെ കിണർ എന്നറിയപ്പെടുന്ന അതിലേക്ക് അവനെ കെട്ടിത്താഴ്ത്തി. കിണറ്റിൽ ചെളിയല്ലാതെ വെള്ളം ഇല്ലായിരുന്നു. ജെറമിയ ചെളിയിൽ താണു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇനിയും ബൈബിളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് എൻ്റെ ആത്മീയ ശുശ്രൂഷക്ക് ആരും കൂട്ടില്ല. ഈശോയിലേക്ക് വന്നപ്പോൾ മുതലാണ് എനിക്ക് അങ്ങനെ ഇങ്ങനെയെന്ന്. സഹോദരങ്ങളിൽ നിന്ന് എതിർപ്പുണ്ടാകാം, മോശക്കൊണ്ടായതില്ലേ സംഖ്യ 12:2. അതുപോലെ പരിഹാസങ്ങൾ കേൾക്കേണ്ടി വന്നേക്കാം. മാർക്കോസ് 5:40 നമ്മൾ കണ്ടില്ലേ, സിനഗോഗ് അധികാരിയുടെ വീട്ടിൽ നിന്ന് ഇതുപോലെ നമുക്കുണ്ടാകാം. പുതുകുയിഞ്ഞു കുടിച്ച് രഹസ്യത്തിൽ കുടിക്കുന്നുണ്ടെന്ന് പറഞ്ഞേക്കാം. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും എതിരാളികൾ എങ്ങനെ വേണമെങ്കിലും
കുറ്റപ്പെടുത്താം. പൗലോസിനെ കൊലപാതകി എന്ന് വിളിച്ചു. നമ്മളാണെങ്കിൽ അതോടുകൂടി തന്നെ വിശ്വാസവും ബൈബിളും എല്ലാം ഉപേക്ഷിക്കും. അപ്പോസ്തല പ്രവർത്തനം 28:4 പറയുന്നു, ഈ മനുഷ്യൻ കൊലപാതകിയാണെന്നതിന് സംശയമില്ല. അവൻ കടലിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും ജീവിക്കാൻ നീതി അവനെ അനുവദിക്കുന്നില്ല. പ്രാർത്ഥനക്കാരനെ ആരാണ്ടും എന്താണ്ടെന്നും പറഞ്ഞ് ഞാൻ കണ്ടോളാം അവൻ അനുഭവിക്കാൻ പോകണുള്ളെന്ന്. പരിശുദ്ധാത്മാവൊക്കെ ആ വഴി പോയി പ്രാർത്ഥനക്കാരൻ്റെ. അപ്പോൾ പൗലോസ് ഇങ്ങനെ വല്ലതും ഒന്നും പറഞ്ഞില്ല. പൗലോസ് ഇതെല്ലാം കൊടഞ്ഞ് എറിഞ്ഞ് അതിൻ്റെ ഒന്നും പുറകെ പോയില്ല. അപ്പോൾ അവന് വേണ്ടി അമ്പലം പണിയാനും പള്ളി പണിയാനും അവൻ ദേവനാണെന്ന് വിചാരിച്ച് അല്ലേ. പൗലോസിൻ്റെ പാമ്പ് ചുറ്റിയപ്പോൾ, തീ കാഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പാമ്പ് ചുറ്റിയപ്പോൾ അത് കൊടഞ്ഞെറിഞ്ഞ് പൗലോസ് അതിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ അപ്പോഴും അയ്യോ പിന്നെ വാഴ്ത്താനായി, പിന്നെ ഏഷണിക്ക് ഇരയാകേണ്ടി വന്നേക്കാം. അതാണൊരു ഭയങ്കര കാര്യം. ഒരാളെ കൊല്ലുന്നതിനേക്കാളും നാട് കടത്തുന്നതിനേക്കാളും വലിയ കാര്യമാണ്. ഉൽപ്പത്തി 39:14 പോത്തിഫറിൻ്റെ ഭാര്യ ആരാ ദൂഷണം പറഞ്ഞു? പിന്നെ ജോസഫിനെ കുറിച്ച് പറയുകയാണ്, നമുക്ക് അപമാനം വരുത്താൻ ഇതാ ഒരു ഹെബ്രായനെ കൊണ്ടുവന്നിരിക്കുന്നു, എന്നോടൊത്ത് ശയിക്കാനും ഇതിനേക്കാൾ വലുത് പറയാനുണ്ടോ അല്ലേ. കൂട്ടിപ്പറയുകയാണ്, വ്യഭിചാര മ്ലേച്ഛമായ കാര്യങ്ങൾ പറയുകയാണ്. എന്നെ സമീപിച്ചു, എന്നാൽ ഞാൻ ഉച്ചത്തിൽ നിലവിളിച്ചു. ദൈവമേ, വിശ്വാസിയുടെ, പ്രവാചകൻ്റെ, ദൈവശുശ്രൂഷകൻ്റെ കണ്ണുനീര് കരച്ചിൽ ദൈവം കാണും. അവൻ്റെ മക്കളെ ദൈവം ഉയർത്തും. നീ ജീവിതത്തിൽ അനുഭവിക്കുന്ന ദുഃഖ ദുരിതങ്ങൾക്ക്, കണ്ണുനീരുകൾക്ക്, ഇല്ലാവചനങ്ങൾക്ക് തക്ക പ്രതിഫലം ഈ ജീവിതത്തിലും വരാനിരിക്കുന്ന ജീവിതത്തിലും ദൈവം തരും. ആൾക്കൂട്ടത്തിൻ്റെ പുറകെ എല്ലാവരും പോയേക്കാം. ആളുകൾ ഇത്രയും പറയണമെങ്കിൽ അതിൽ എന്തെങ്കിലും കാര്യം കാണുമെന്ന് പറഞ്ഞ് നല്ലവർ പോലും കൂട്ടുനിന്നേക്കാം. അപ്പോഴും നീ ഒറ്റപ്പെട്ടേക്കാം. ഓർക്കുക, ഒറ്റപ്പെട്ടേക്കുമ്പോഴും നിൻ്റെ ഉള്ളിൽ, നിൻ്റെ കൂടെ, നിൻ്റെ മുന്നിലും നിൻ്റെ പുറകിലും ഈശോയുണ്ട്. യെശയ്യാ 30:20-21 യെശയ്യാ 52:12 അതെല്ലാം ഇത് കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ വചനം വായിക്കുക, വചനത്തിൽ നമ്മൾ ശക്തിപ്പെടുക. യേശുവിനുണ്ടായിരുന്ന പച്ചമരത്തെ വെറുതെ വിട്ടില്ല. ഉണക്കമരത്തിൻ്റെ കാര്യം പറയാനല്ല, ഉണക്കമരം ആരാ? നമ്മുടെ അവസ്ഥയാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും വചനം വായിക്കണം. ലൂക്ക 7:39 പറയുന്നുണ്ട്, ഇവൻ പ്രവാചകനാണെങ്കിൽ തന്നെ സ്പർശിക്കുന്ന 7:39 ലൂക്ക തന്നെ സ്പർശിക്കുന്ന ഈ സ്ത്രീ ആരെന്നും ഏത് തരക്കാരിയാണെന്നും അറിയുമായിരുന്നു. അതായത് പാപിനി സ്ത്രീ യേശുവിൻ്റെ പാദങ്ങൾ കഴുകി തലമുടി കൊണ്ട് തുടച്ചപ്പോൾ അത് കണ്ട ഫരിസേയർ കുറ്റം പറഞ്ഞതാണ്. ഒന്നുകിൽ സദ്യക്ക് പോയിട്ട് പഴമെങ്കിലും വളഞ്ഞു പോയി എന്ന് പറഞ്ഞ് കുറ്റം പറയുന്നവരെ കണ്ടിട്ടുണ്ട്. നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ നല്ല രീതിയിൽ ആത്മീയ ശുശ്രൂഷ ചെയ്യുന്ന ആളെക്കുറിച്ച് പറയുക, ആള് വലിയ നല്ല പുള്ളിയൊന്നും അല്ല, അധികം അടുപ്പിക്കാൻ കൊള്ളൂല്ല. എന്താന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞ, അപ്പം പണ്ടൊരു കള്ളുകൂടിയനും വാറ്റുചാരായക്കാരനും ആയിരുന്നു, ഇപ്പം അവനൊക്കെ വലിയ നല്ല പുള്ള. തികഞ്ഞ അസൂയയുടെ വാക്കുകൾ. യേശുവിനെ നോക്കി പറഞ്ഞില്ലേ, ഇവൻ ആ മറിയത്തിൻ്റെ മകനല്ലേ, ആ മരപ്പണിക്കാരെ ഔസേപ്പിൻ്റെ മകനല്ലേ, ഇവന് എന്ത് മേന്മയാവുള്ളത്? എൻ്റെ പ്രിയ വിശ്വാസി, പ്രിയ സഹോദര, ഇതുകൊണ്ട് ഇങ്ങനത്തെ വാക്കുകൾ കൊണ്ട്, പീഡനങ്ങൾ കൊണ്ട് വിശ്വാസങ്ങൾ ഉപേക്ഷിച്ചു പോയിട്ടുള്ളവർ, വേദനിക്കുന്നവർ, വിഷമിക്കുന്നവർ, തള്ളിപ്പറയുന്നവരുണ്ട്. അവരെല്ലാം കുരിശിലേക്ക് നോക്ക്. ആ കുരിശിൻ്റെ മുമ്പിൽ ഒരു 10 മിനിറ്റ് പ്രാർത്ഥിക്ക്. തിരുവോസ്തിയിലേക്ക്, പള്ളിയിൽ വരുമ്പോൾ കുർബാനയുടെ അടുത്തേക്ക് വാ, അപ്പത്തിലേക്കും വീഞ്ഞിലേക്കും കൊടുക്ക്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഈ വിഷമിപ്പിക്കുന്ന, വേദനിക്കുന്നവർ പറയുന്നത്. ഈശോയുടെ തുരത്തുള്ളികൾ നമ്മുടെ മേലും അവരുടെ മേലും ഇറ്റിറ്റ് വീഴട്ടെ. നമ്മളോട് പറഞ്ഞവരോ നമ്മളെക്കുറിച്ച് പറഞ്ഞവരോ മരിച്ചു പോയിട്ടുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രിയ സഹോദര, കുഞ്ഞെ, സഹോദരി, പ്രാർത്ഥിക്ക്. അല്ലെങ്കിൽ ജീവിച്ചിരിപ്പുണ്ടാകാം, വിട്ട് കളയല്ലേ, അവരെക്കുറിച്ച് തന്നെ ഓർപ്പിക്കരുത്. ഇന്നാളൊരു പ്രാർത്ഥനക്കാർ പല്ല് കടിച്ചു പറഞ്ഞതാ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ചത്താലും മറക്കൂല ഒരു ചെയ്യാത്ത തെറ്റിനും. പ്രിയ സമർപ്പിത, പ്രിയ വിശ്വാസി, പ്രിയ സഹോദര, പ്രിയ ആത്മീയ പിതാവേ, ഓർക്ക്, ഇതാ മാങ്ങയുള്ള മാവിലെ കല്ലേറുണ്ടാകൂ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടാകും. ഫലം പുറപ്പെടുവിക്കാനുള്ള അവസരങ്ങളാണ്. ഫലമുള്ളത് കൊണ്ടാണ്, കൂടുതൽ ഫലം പുറപ്പെടുവിക്കാനാണ്. തകർന്നു പോകരുത്. ഈ വചനം കേട്ടിട്ട് ഇത് നിങ്ങളെ സ്പർശിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവങ്ങളാവുന്നെങ്കിൽ അതൊക്കെ കമൻസിലൂടെ സോഷ്യൽ പ്രസ്റ്റീജിനനുസരിച്ച് നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ സെൻഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ശുശ്രൂഷ അനുഭവവേദ്യമാവുന്നെങ്കിൽ മുന്നോട്ടുള്ള വചനങ്ങൾ, ക്ലാസ്സുകൾ അനുഭവവേദ്യമാകാൻ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അപ്പോൾ തുടർച്ചയായി വീഡിയോകൾ, പോസ്റ്റൊക്കെ കിട്ടും. കമൻറ്റുകൾ അയക്കുക, നിങ്ങളുടെ ലൈക്കുകൾ അയക്കുക. അതുപോലെ
എഫേസസ് 6:10-17 വരെ ആത്മീയ സമരം. ഈ വചനം ഒരു ദിവസം ഒരു 7 പ്രാവശ്യം വെച്ച്, നിർബന്ധമൊന്നുമല്ല കേട്ടോ, ഒരു 33 പ്രാവശ്യം നിങ്ങൾ ഈ മാസം തന്നെ പ്രാർത്ഥിക്കാൻ ആരംഭിക്കുക. പ്രത്യേകമായ ഒരു ശക്തി, എന്തെന്നില്ലാത്തൊരു അഭിഷേകം നിങ്ങൾക്ക് കിട്ടും. ആത്മീയ സമരം. ഈ ബോധ്യത്തോടെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. 7 ബൈബിൾ സംബന്ധമായ ഒരു പൂർണ്ണതയുടെ സംഖ്യയാണ്. അതുപോലെ കൃത്യമായിട്ട് പറയുമ്പോൾ സംഖ്യാശാസ്ത്രം പറയുകയല്ല, 33 എന്ന് പറയുമ്പോൾ ദൈവത്തിനായ യേശു മരിക്കുകയും ഉയർക്കുകയും ചെയ്തത് ഈ 33-ാമത്തെ വയസ്സിലാണ്. ഈ ദൈവത്തിനായ യേശു ഈ 33 വർഷക്കാലമാണ് പരസ്യ ജീവിതം നയിച്ച് ഈ ഭൂമിയിൽ വന്ന് ജീവിച്ചത്. അപ്പോൾ ഈ വളരെ അർത്ഥപ്രാധാന്യത്തോടെ ഈ ബോധ്യത്തോടെ നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് 7 എന്നുള്ള സംഖ്യ അല്ലെങ്കിൽ 33 എന്നുള്ള ആ സംഖ്യ എല്ലാം ബൈബിളിക്കലായിട്ട് ഒത്തിരി പ്രാധാന്യമുണ്ട്. ഇനി സംഖ്യാശാസ്ത്രമൊന്നുമല്ല, ആത്മീയമായ ഒരു ഉൾക്കാഴ്ചയോടെ ഈ കാര്യങ്ങൾ എടുത്തിട്ട് ഇതുപോലെ നമുക്ക് ഈ എഫേസസ് 6:10-17 വരെ വാക്യങ്ങൾ വായിക്കാം. നിങ്ങളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുക. പ്രേക്ഷിത വേലയിൽ നിങ്ങൾക്ക് ശക്തി കിട്ടും. ദൈവം അനുവദിക്കുമ്പോൾ അന്യോന്യം കണ്ടുമുട്ടാം. ദൈവം അനുവദിക്കാത്തവരാരും എൻ്റെ അടുത്ത് വരരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ദൈവം അനുവദിക്കാത്തവരാരും എന്നെ വിളിക്കരുതേ എന്നാണ് ദിവസവും പ്രാർത്ഥിക്കുന്നത്. ദൈവം അനുവദിക്കുന്നവരോട് മാത്രം സംസാരിക്കാനും, ദൈവം അനുവദിക്കുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നതല്ല ദൈവം ആഗ്രഹിക്കുന്നത് സംസാരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടോ പൊട്ടെ, തിരക്കൊഴുകട്ടെ. പ്രേക്ഷിത വേലയിൽ കർത്താവെ ശക്തി കിട്ടട്ടെ. ഏത് വേലയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ട ബോധ്യം ഇവർക്ക് കിട്ടട്ടെ. ഇത്രയും നാൾ ഞങ്ങൾക്ക് കിട്ടിയ തിക്ത അനുഭവങ്ങൾ കാരണം മടുപ്പ്, വെറുപ്പ്, നിരാശയൊക്കെ ഉണ്ട്. അതിൻ്റെ അർത്ഥം ഞങ്ങൾ മനുഷ്യരെ നോക്കി മനുഷ്യർക്ക് വേണ്ടിയാണ് ചെയ്തത്. എന്നാൽ ഇന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഇതെല്ലാം ഈശോയ്ക്കും പ്രവാചകന്മാർക്കും അപ്പോസ്തലന്മാർക്കും എല്ലാം ഉണ്ടായി, ഇനി തുടർന്നു കൊണ്ടുപോകുന്ന ഞങ്ങൾക്കും ഉണ്ടാകും. ഇതെല്ലാം കർത്താവെ ദൈവം അറിയാതെ ഒന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് അനേകർക്ക് വേണ്ടി, അനേക ആത്മാക്കൾക്ക് വേണ്ടി സഹിച്ച് കാഴ്ചവെക്കാനുള്ള കൃപ നൽകണമേ. പരിശുദ്ധ അമ്മയെ, മാതാവേ, അമ്മയുടെ വ്യാകുലങ്ങളോട് സഹനങ്ങളോട് ചേർത്ത് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുനാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടോ പൊട്ടെ, തിരക്കൊഴുകട്ടെ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.